പലതരം ചേരുവയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അരിപ്പൊടി ഉപയോഗിച്ച് ആവിയിൽ തയ്യാറാക്കാവുന്ന വളരെ രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്സ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും പിന്നെ പെട്ടെന്നൊരു വിശപ്പരുമയും ഒക്കെ വളരെ എളുപ്പം തയ്യാറാക്കാം കേട്ടോ. സ്പെഷ്യലായിട്ട് ക്രിസ്ത്യൻസ് അവശാന പെരുന്നാളിന് തയ്യാറാക്കുന്ന ഈ ഒരു സ്നാക്സിന് കോഴിക്കട്ട എന്നാട്ടാ പറയാ. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് വോൾ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ഇഞ്ച് ചുക്ക്. ചുക്ക് ഒരുപാടായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കൊത്ത് വരും കേട്ടോ. 4 ഏലക്കായും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ ഇതിൻ്റെയൊക്കെ പൊടിയായിട്ട് ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടെടുത്തത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 150 ഗ്രാം ശർക്കരയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ഉണ്ടാവും കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരണ വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് അപ്പം തന്നെ അരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിയാവും, നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. ശർക്കര ഉരുക്കി ഇത് അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കിന്റെ അരിപ്പ യൂസ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമ്മൾ പൊടിച്ച പൊടി അങ്ങ് ഇട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നുള്ളുപ്പ് ഇട്ടെടുക്കാം കേട്ടോ. ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ വറ്റി വരണവരെ മീഡിയം ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഇതായിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കണം. ഞാനൊരു 1.5 കപ്പ് പൊടിയുടെ മാവാട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. നന്നായിട്ട് തിളച്ചെടുക്കുന്ന വെള്ളം നമ്മുടെ പൊടിയിലേക്ക് പകുതി ആദ്യം തന്നെ അങ്ങ് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കി എടുക്കണം കേട്ടോ. വറുത്ത അപ്പം പത്തിരിപ്പൊടി കേട്ടോ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ പൊടി അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഈ 1.5 കപ്പ് പൊടിച്ച് 2 കപ്പ് വെള്ളം വേണ്ടി വന്നു. പക്ഷെ എല്ലാ പൊടിക്കും അങ്ങനെയല്ല കേട്ടോ. 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് തന്നെ വെള്ളം മതിയാവും മിക്കവാറും പൊടികൾക്ക്. പൊടിയിൽ വെള്ളം ഒഴിച്ചൊന്ന് പാകമാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുക്കുക. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ചൂടിന് തന്നെ ഇത് കുഴച്ചെടുക്കണം കേട്ടോ. ചൂടാറുന്നത് വരെ നന്നായിട്ട് കുഴക്കണം, എന്നാലാണ് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് കുഴക്കാൻ ഭയങ്കര ചൂടാണ്, പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ ഇട്ടിട്ട് പുറത്തുനിന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 7 ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം കേട്ടോ. കുഞ്ഞു ബോൾസ് ആയിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഓരോ ബോൾസ് ആയിട്ട് എടുക്കുക. ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, ഇതേപോലെ പരന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബോൾസ് ആക്കി വെച്ച പോലെ ഫില്ലിങ്ങും അതേപോലെ ആക്കി തിരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിലും കറക്റ്റായിട്ട് ഓരോ അളവിൽ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റൊക്കെ വരുമ്പോൾ ഇല്ലാതെയാവും അല്ലെങ്കിൽ അധികമാവും, അങ്ങനെയൊക്കെ വരും. വീഡിയോയിൽ കാണിച്ച പോലെ ഫില്ലിങ് കൊടുത്ത ശേഷം തുറന്ന ഭാഗം നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കുക. അതിനുശേഷം ബോളായിട്ട് ഉരുട്ടെടുക്കുക കേട്ടോ. ക്രാക്സ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുട്ടെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അങ്ങനെ പറ്റുള്ളൂ. ഭയങ്കര ബലമായിട്ടുള്ള മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രാക്സ് വരും. അപ്പോൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 15-20 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി ഒളിച്ചെടുക്കണം. ഞാൻ ഇഡ്ഡലിച്ചെമ്പിലാട്ടോ വയ്ക്കുന്നത്. ഇഡ്ഡലിച്ചെമ്പിൻ്റെ അടിയിലെ തട്ടിൽ നന്നായിട്ട് നിരന്ന് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ചോറ് പാത്രം മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കൊഴുക്കട്ട വെച്ച് ആവി ഒളിച്ചെടുക്കുന്നത്. 15-20 മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് നന്നായിട്ട് കുക്കായി കിട്ടും കേട്ടോ. ഉള്ളൊക്കെ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.